ഇപ്പൊ നമ്മള് വീടും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇങ്ങോട്ട് വരും. ഇത് ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങള്. ഈ ഒരു പ്ലോട്ട് നിങ്ങൾ എടുക്കാണ്ടെങ്കിൽ ഇതേമാർക്ക് ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷീറ്റ്, റബ്ബർ ഷീറ്റ് ഇങ്ങനെ നിരത്തി ഇങ്ങനെ വിരിച്ചിടക്ക്. അതും ഇതേമാരത്തെ 4 ഷീറ്റ് കേട്ടോ. ഇങ്ങോട്ട് നോക്കുകയാണ്, ഇത് കണ്ടങ്ങൾ പുകപ്പരാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം ഒരു 800ഓളം ഷീറ്റ് പുകയിടാൻ സൗകര്യത്തിനുള്ള നല്ലൊരു പുകപ്പര. അങ്ങോട്ട് നോക്കുകയാണ് നിങ്ങള്, നല്ല കിടിലൻ പുകപ്പരന്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ. ഏകദേശം ഒരു 1000-800ഓളം പുകടാം. പിന്നെ നല്ലൊരു കിടിലൻ പുകപ്പര അല്ലെ. വേറെ വർക്കോ കാര്യങ്ങളൊന്നും ഇനി എക്സ്ട്രാ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഫുള്ളതാണ് വെട്ടുകല്ലിൽ കെട്ടിയിട്ട് നല്ലൊരു കിടിലൻ കിടക്കാച്ച് പുകപ്പര കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പുകട്ട ഷീറ്റുകളാണ് ഈ കാണുന്നത്. ഷീറ്റുകളൊന്നും ഒരു കേടോ കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് 4 ഷീറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അല്ലെ. അതെ, ഇനി ഇങ്ങോട്ട് വരി, നമുക്ക് അടുത്ത പറമ്പിലോട്ട് പോയി നോക്കട്ടോ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് കാണേണ്ട റബ്ബർ മരങ്ങളാണ്. റബ്ബർ മരങ്ങളെ കണ്ടില്ലെങ്കിൽ നല്ല കിടിലൻ റബ്ബർ മരങ്ങളാണ് കേട്ടോ. ഓരോന്ന് കണ്ടില്ലെങ്കിൽ പറമ്പ് ഡീറ്റെയിൽ ആയിട്ട് പോയി കാണിച്ചു കൊടുക്കാം. നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, റബ്ബറിന്റെ ഇല പോയി കിടക്കാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം നവംബർ മാസത്തിലാണ്. ഇല പോയി കിടക്കാണ്. ഇത് കണ്ടില്ല മരങ്ങള് ഓരോ വരിയും കണ്ടില്ല നിങ്ങള്. നമ്മൾ ഈ പോണ വഴിയൊക്കെ കണ്ടില്ലേ, ഫുള്ള് ലൈനൊക്കെ കൊത്തി നല്ല പ്ലാറ്റൊക്കെ നല്ല ക്ലിയർ ആയി കിടക്കണം കേട്ടോ. റബ്ബർ ആണെങ്കിലൊക്കെ നല്ല നല്ല റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പോയി നോക്കാം. മൊത്തത്തിൽ എല്ലായിടത്തും പോയിട്ടേ കാണിച്ചു കൊടുക്കാം. പാലെടുത്തോണ്ട് നമുക്ക് ടാപ്പിംഗ് ആക്കാനാണെങ്കിലും പാലെടുക്കാനാണെങ്കിലും ഒക്കെ സുഖാട്ടോ. എല്ലാ ലൈനും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കണതാണ് പ്ലാറ്റോറൊക്കെ. പിന്നെന്താ, ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും പാലെടുത്ത് നടക്കാനൊക്കെ സുഖം. നമ്മള് വീട്ടിലെ ലേഡീസ് ഒക്കെ പാലെടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പാലെടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടെ പോകാനൊക്കെ സുഖമാണ് കേട്ടോ. നല്ല ക്ലിയർ ആയി കിടക്കണ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ മിഷൻ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്തില്ലായിരുന്നു. അതെ, ഇതേപോലത്തെ റബ്ബർ മരങ്ങളാണ് കേട്ടോ. എല്ലാം ഏകദേശം ഇതേപോലത്തെ റബ്ബർ മരങ്ങൾ ഏകദേശം ഒരു 10,000-2200ഓളം റബ്ബർ മരങ്ങളാണ് ഉള്ളത്. 105 ഇനത്തിൽ പെട്ട ടാപ്പിംഗ് ആക്കിയിട്ട് 4ാം വർഷമായിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ. ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള ഇതേമാരത്തെ കിടിലൻ റബ്ബറുകളാണ് കേട്ടോ. കണ്ടല്ലോ ഞങ്ങള് ഫുള്ള് ഇതൊരു വരി തന്നെ കൊറേ പോകാണ്ടല്ലേ ഏട്ടായേ അല്ലേ. ആ താഴെ ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞു, തോടുണ്ടെന്ന് പറഞ്ഞു. ആ തോട് ഏകദേശം ഒരു 950 മീറ്ററോളം നമുക്ക് അതിന്റെ ഫ്രണ്ടേജ് ഇത് കിട്ടുന്നുണ്ട്. ആ തോടിന്റെ ഫ്രണ്ടേജ് ഇത്രയും നീളം നമുക്ക് തോട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഏകദേശം പ്ലോട്ടിന്റെ കുറച്ചൊരു എന്താ പറയാ പകുതിയോളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പാലെടുക്കാനും ഷീറ്റ് അടിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ. അതാണ് റബ്ബർ. ഇത് ഇത്ര മാത്രമേ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. ഈ അപ്പുറത്തെ ഏപ്പട്ട എന്താണ് ഇതുവരെ വെട്ടിയിട്ടുള്ളൂ. ടാപ്പിംഗ് ആക്കി നശിപ്പിക്കൊന്നും ചെയ്തില്ല. എവിടെ ഒരു മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പാട്ടം കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്. അങ്ങനെ പാട്ടം കൊടുക്കുന്ന തോട്ടമൊന്നുമല്ല, വിലക്ക് ഫുള്ളായിട്ട് വിലക്ക് കൊടുക്കാനുള്ള തോട്ടമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വിലക്ക് മാത്രമേ ഈ ഒരു പ്ലോട്ട് കൊടുക്കുള്ളൂ. അതിനുള്ള ഒരു ആൾക്കാർ മാത്രം കോണ്ടാക്ട് ചെയ്യാം അല്ലെ. അതെ, ടാപ്പിംഗ് ആണെങ്കിലൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല ടാപ്പിംഗും കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങള്. എവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞോ ഇതായിട്ടൊന്നും പോയിട്ടില്ല. നല്ല നശിപ്പിക്കാത്ത മരമാണ് കേട്ടോ. അപ്പൊ നമ്മളെ തോട്ടം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ബന്ദർക്കെന്ന് ഒരു 7 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ആലത്തുംകടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട്. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോന്ന് വേറെ കുറെ സംഭവങ്ങളൊക്കെ അല്ലേ. വേറെ കുറെ സംഭവങ്ങളുണ്ട്. ഇനി തൈമരങ്ങളുണ്ട്, അത് കാണിക്കണം. തെങ്ങുണ്ട്, പിന്നെ പുഴ ഉണ്ട്, കിണറുണ്ട്, വെള്ളമുണ്ട്, എന്ന് വേണ്ട സകലമാന സംഭവങ്ങളും. കിണർ സംഭവങ്ങളൊക്കെ നമുക്ക് താഴെയാണ് വരുന്നത്. തോടൊക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കാം. പോയേക്കാം.